പെണ്ണിന്റെ ദൈവം എന്താണെന്ന് അറിയോ? ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ 2025 കഴിഞ്ഞു, 2026ലേക്ക് നമ്മളൊക്കെ കടന്നു. അപ്പോൾ ഇതില് ഇപ്പൊ കുറച്ച് അടുത്തായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കയറി നിൽക്കുന്ന കുറച്ച് റീലുകളൊക്കെ നമുക്ക് കണ്ടോക്കാം. സർപ്രൈസ് മീറ്റോ, ഇതേത് ട്രെയിനിൽ വെച്ചെടുത്ത ഏതൊരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പം എന്തായാലും പുള്ളിയുടെ 2026 പുള്ളി തൂക്കാനുള്ള പ്ലാനിൽ തന്നെയാണ്. ഓൾറെഡി തൂക്കി വെച്ചിട്ടുണ്ട്. അത് കൊള്ളായിരുന്നു. ഇമാതിരി രീതിയിലുള്ള സീനുകളൊക്കെ നമ്മൾ അവിടെ ഇവിടെയും കാണുന്നല്ലാതെ ട്രെയിനിൽ പോകുമ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയെങ്കിൽ അതൊരു ഭാഗ്യം ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തതിൽ പോവാം. ചക്ക റേഞ്ചാട്ടോ, ചക്ക ഒരു രക്ഷയില്ലാട്ടാ. ഇത്രയും ചെറിയ പ്രായത്തിൽ വഞ്ചിപ്പാട്ട് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര സംഭവമല്ല. ഇത്രയും ഓർത്ത് വെച്ചിട്ട് താളത്തിനൊപ്പം അത് പൊളിച്ചു. അടുത്തത് 150 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാരണവരുണ്ടായിരുന്നു. ആ കാരണവര് തഞ്ചാവൂരിൽ ഞങ്ങളുടെ നൃത്തക്കാരിയെ മേടമേ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലിയിലായിരുന്നു ആ തമിഴ് വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. രാമനാഥൻ പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട്. ഒരിക്കലും നാഗവല്ലിയെ തിരക്കി നമ്മുടെ തെറ്റിയുടെ എന്തിനും ഇത് നമ്മുടെ KPSC ലളിത പറഞ്ഞൊരു കഥയാ. അതിപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കഥ എടുത്തിട്ട് AI ക്രിയേറ്റ് ചെയ്തിടുക. അപ്പൊ അതുപോലെ ഒരെണ്ണം ഇട്ടതാണ്. ശരിക്കും അതേ ആ ഒരു മൂവിയുടെ ഫീല് കിട്ടുന്നുണ്ട് ഇതില്. ഓക്കെ, ഇപ്പൊ ഇത്രയും നേരം കണ്ട് കുഴപ്പമില്ല. ഇനി കുറച്ച് വെറൈറ്റി നമുക്ക് പിടിക്കാം. ലോക്കി, ഫഹദ്, ജയസൂര്യ, ലാലിൻ്റെ ആ മറ്റേ ഇവരുടെ ആ പ്രൊഫസറിൻ്റെ ആ ഒരു ഇത് നൈസായി. ശോഭന ആ മറ്റേ ലേഡി ക്യാരക്ടർ ചെയ്യുന്ന പെണ്ണിൻ്റെ. പിന്നെ അതുപോലെ ലാലേട്ടൻ ഹൾക്ക്, അങ്ങനെ പൃഥ്വിരാജ് തോറ്, ക്യാപ്റ്റൻ അമേരിക്ക, നമ്മുടെ ടോവിനോ, ഇങ്ങനെയൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കണത്. അതായത് മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് ഈ ഒരു റീലിൽ മനസ്സിലാക്കണത്. പക്ഷെ ഇതിൽ മറ്റേ പൃഥ്വിരാജിനടുത്ത് മാറ്റിയിട്ട് ആളെ ക്യാപ്റ്റൻ ആക്കിയായിരുന്നു, ഒരു ടോവിനോനെ തോറാക്കായിരുന്നു. അതാണ് കുറച്ചും കൂടി ഇത് ഉള്ളത്. ഇനി നമ്മൾ കുറച്ചും കൂടി വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കാണാൻ പോവാം. ഇത് ഇത് മനസ്സിലായ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു ഒറ്റ സീന് എവിടെ നടക്കാന്ന്, പ്രത്യേകിച്ച് ഈ തൃശ്ശൂർക്കാര്. ഓക്കെ, അടുത്തത് ഇപ്പൊ ട്രെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന ഒരു സംഭവം, അത് കാണാം. ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. എല്ലാ പിള്ളേരും കൂടിയിട്ട് ഈ മറ്റേ ഫിലിം ഫെസ്റ്റിവൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ അല്ലു അർജുൻ്റെ പടം വെക്കുക. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫിലിം ഫെസ്റ്റിവൽ വെച്ച് കഴിഞ്ഞാൽ വല്ല പഴയ പടം അല്ലെങ്കിൽ കുറേ കാലം മുന്നേ വല്ല അവാർഡ് പടം അങ്ങനത്തെ ഒക്കെ കുറേ ഒരെണ്ണം കുത്തിക്കിറ്റി കൊണ്ടുപോയിരിക്കും കോളേജിൽ. ശരിക്കും ഇതൊക്കെയാണ് ശരിക്കും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് വേണ്ടത്. അല്ലാതെ ഇതൊക്കെ അതിൻ്റെ കാലം ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് തന്നെ ആലോചിച്ചിട്ട് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സോ നമുക്ക് അടുത്ത് കാണാം. ഡ്യൂഡ്, അറക്കലൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു
എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് മൂവീസ് ലിസ്റ്റിൽ വരുന്നൊരു പടമാണ് ആട്. കാരണം വണ്ണ് വലിയ ഇതിൽ പോയില്ലെങ്കിലും ആട് 2 ഗംഭീര കളക്ഷൻ കിട്ടിയൊരു മൂവിയാണ്. അത്രയും കോമഡി നല്ല ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒക്കെ ഉള്ളൊരു മൂവിയാണ് ആട്. അതിൻ്റെ തേർഡ് പാർട്ട് വരുമ്പോൾ അത് ഇത്തിരി കൂടി വ്യത്യസ്തമായ രീതിയിൽ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കണ്ടിരിക്കുക ഒരു ഇത്. കാരണം ഇതിൻ്റെ കുറച്ച് മുന്നത്തെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് രാജകീയം ഭരണകാലത്തൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ഇവർ തന്നെ ഇതേ ക്യാരക്ടേഴ്സ് തന്നെ വീണ്ടും വന്നിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് ഉള്ളത് പ്രസൻറ്റ് ടൈമിലുള്ള ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ ഇവർ ഈ ഒരു പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും ചിലപ്പോൾ ഫ്യൂച്ചറിലത്തെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പാപ്പൻ്റെ ഇത് കഴിഞ്ഞു. നമ്മളെ തിയേറ്ററിൽ ഇത് ഞെട്ടിയൊരു സീനത്. ആ സീനിൽ നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ലാലിന്റെ സാധനം വെച്ചോളൂ. തെങ്കാശിപ്പട്ടത്തില് മറ്റേ ഇതിൽ വരണത്, ലോറിയിൽ വരണത്. അയ്യോ വിറ്റ് സാധനം. ഓക്കെ, അടുത്തത് പാപ്പൻ വാട്ട് ഇഫ്. അതായത് ആട് 3 തന്നെ കേട്ടോ. ഇത് പ്രസന്റ് പാപ്പൻ, പിന്നെ പാസ്റ്റ്. എന്താ കയ്യില് നീലക്കുടുവേല്. ഓ ഏയ് ഇത് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സ്പോയിലർ പോലെയാണ് ഈ ഒരു ഇത് കാണിച്ചത്. ശരിക്കും ഇങ്ങനെ ഉണ്ടാവില്ല, പക്ഷെ അവര് ചെയ്തു വെച്ചത് എന്ന് പറഞ്ഞാൽ പ്രസന്റിലുള്ള ഷാജി പാപ്പൻ ടൈം ട്രാവൽ ചെയ്തിട്ട് പല സ്റ്റോറിയൊക്കെ ലീക്ക് ആയതല്ലേ, അത് ചെയ്തിട്ട് പാസ്റ്റുള്ള ആ ഒരു രാജകീയമായിട്ടുള്ള ഷാജി പാപ്പൻ്റെ അടുത്ത് പോയിട്ട് നീലക്കുടുവേലി മേടിക്കുക. അങ്ങനെ അപ്പൊ നേരിട്ട് കാണുമ്പോൾ ഒരു ഫൈറ്റ്. ഇതൊക്കെ ഈ അവഞ്ചേഴ്സിൽ നടക്കുള്ളൂ. ഓക്കെ, അടുത്തേല് പോവാം. എവിടെ തൃശ്ശൂർ പൂരാ? അയ്യോ മോനെ, ഇത് നമ്മളീ സ്കൂളിലൊക്കെ കൊട്ടുന്ന പോലെ, ഇത് നമ്മൾ ഈ സ്കൂളിലൊക്കെ ബെഞ്ചുമ കൊട്ടില്ലേ, നാസിക് ഡോള്, അതുപോലെ തന്നെ ഈ ശിങ്കാരിമേള പഞ്ചവാദ്യമൊക്കെ, അതിൻ്റെ ഒരു ഹിന്ദി വേർഷൻ അല്ലെങ്കിൽ ഒരു നോർത്ത് വേർഷനാണ് അവിടുത്തെ കുംഭമേള. ഈ വാരണാസിയിലൊക്കെ ഉണ്ടാകണ കുംഭമേളയില്ലേ, അതിൻ്റെയൊക്കെ ആ ഒരു കൊട്ട്, ആ ഒരു സ്റ്റൈലിലാണ് ഇവർ ചെയ്തിരിക്കണം. കാരണം അവർക്ക് നമ്മുടെ ഇതൊന്നും അറിയില്ലല്ലോ. നമുക്ക് അടുത്ത് പോവാം. ഓക്കെ, ഇത് ഇങ്ങനെ നമുക്കൊക്കെ പറ്റാറുണ്ട്. അതാണ് കറക്റ്റായിട്ട് അവർ ആ ഒരു ഡയലോഗ് കറക്റ്റ് വെച്ചത്. അടുത്തേക്ക് പോവാ. ഇത് മരിച്ച ഇത് ഇത് മീമ്. നമ്മളീ ചെറിയ അക്കോർത്തിലൊക്കെ ഇട്ടേക്കുന്ന മീൻ മരിച്ചതാ. അയ്യോ അത് പൊളിച്ചു. അത് നൈസായിട്ടാ. ഇങ്ങനത്തെ ഒക്കെ ചിലതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. മുഴുവൻ കത്തിച്ചവരൊക്കെ ഓടി. ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം ഇറങ്ങിണ്ട്. ഇത് നമ്മുടെ മമിത ബൈജുവിന്റെ കയ്യിലിരുന്ന് പണ്ട് ഇതുപോലെ കത്തിച്ച് ഇങ്ങനെ മുകളിലേക്കൊക്കെ ഇരുന്നിട്ട് ആ സൈഡിക്കൊണ്ട്
അതേ സെയിം സാധനം അവിടെ ഉണ്ടായേ. കാരണം ആ അമ്മയ്ക്ക് അറിയില്ല. അടുത്തത് വേർ ഇസ് എവരിവൺ ലുക്കിംഗ്. ഇതാ ഓനെ ഏതാണ് ആൻസർ? റേഞ്ച് സാധനം. റിയാക്ഷൻ ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഇതൊക്കെയാണ്. ഇനിയും ഇതുപോലത്തെ റീൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 അല്ലെങ്കിൽ പാർട്ട് 3 ഏതെങ്കിലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ഇത് 2 പാർട്ടായിട്ടാണ് വിടാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.